നമസ്കാരം. നമുക്ക് തുടങ്ങാം. നമസ്കാരം സാർ. തുടങ്ങാം സാർ. തുടങ്ങാം സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ശരി. ഗുഡ് ഈവനിങ് സാർ. ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ക്ലാസ്സിലോട്ട് കയറുവാണ്. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷനില് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കും. പക്ഷെ തുടക്കക്കാരെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസത്തെ ക്ലാസ്സുകളും എടുക്കുക. 90% ആൾക്കാരും പരാജയപ്പെടുകയും 10% ആൾക്കാർ മാത്രം വിജയിക്കുകയും ചെയ്യുന്ന ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ് എന്ന ഈ ഒരു സെക്ടറിൽ നിങ്ങൾ പഠിത്തം തുടങ്ങുന്നതിന്റെ പിന്നിൽ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ചിന്തകൾ മനസ്സിലാക്കുക. അതിലെ ഒന്നാമത്തെ ചിന്തയാണ് ടൈം ഫ്രീഡം, രണ്ടാമത്തെ ചിന്തയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. രാവിലെ 9 മണിക്ക് പരിപാടി തുടങ്ങിയാൽ വൈകുന്നേരം 3:30 വരെ പണിയെടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ചിന്ത. ലൊക്കേഷൻ ഫ്രീഡം, ലോകത്തിന്റെ എവിടെ പോയി വേണമെങ്കിലും ഇരുന്ന് വേണമെങ്കിലും ഇത് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന അനദർ ടൈപ്പ് ഓഫ് തോട്ട് പ്രോസസ്. ചിന്തകൾ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടുന്ന ചിന്തകളുടെ കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇത്തരം ചിന്തകൾ വരുമ്പോ നിങ്ങൾക്ക് ഇത് പഠിക്കുക, മനസ്സിലാക്കുക, ഇത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, ഈ ഒരു ചിന്ത മനസ്സിനകത്ത് കയറി വരും. ശരിയല്ലേ? നമ്മളത് കറക്റ്റാണ്. ഇത്രയും പെട്ടെന്ന് ക്ലാസ് റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. ഇങ്ങനെ വെറുതെ കൈയും കെട്ടിങ്ങനെ ചുമ്മാ ഇരിക്കരുത്. നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നത്, ഓണത്തിന്റെ മൂടാണ്, പ്രഥമനൊക്കെ തലയ്ക്ക് പിടിച്ച് മത്തായിട്ടിരിക്കാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ടൈപ്പ് ചെയ്യാനുള്ള സ്ക്രീനിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിനകത്തിൽ ഈ 3 ചിന്തകളല്ലേ. അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടാകണം, 2 കുറച്ച് സമയം പണിയെടുത്താൽ മതി, പിന്നെ ലോകത്തിന്റെ എവിടെ വേണേലും പോയിരുന്ന വർക്ക്. ഈ 3 ടൈപ്പ് ഓഫ് ചിന്തകളാണ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ അട്രാക്ട് ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലാണോ? ഡോക്ടേഴ്സ്, MBBS പാസ്സായ ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്പാരിസൺ ചെയ്യും. അറിയാതെ. ഓക്കെ, ബംഗാളി ഇറങ്ങിപ്പോളാ. ഈ പഠിക്കാൻ വരുമ്പോ ഇരുന്ന് പഠിച്ചാ പോലെ അവസാനം വിജയ്. മൈക്ക് ഓഫ് ചെയ്ത് തന്നെ വെക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടോ കുഞ്ഞെ? ബാക്കിയുള്ളവരെ കൂടെ നീ ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ ഞാൻ പിടിച്ച് ഇറക്കി വിടുവേ. ഇത്തവണത്തേക്ക് നിനക്ക് മാപ്പ്. അടുത്ത തവണ ഒരു തവണ കൂടെ നീ ഇന്ന് മൈക്ക് ഓൺ ചെയ്താ നീ ഇന്ന് പുറത്താ, പിന്നെ ഇങ്ങോട്ട് കയറത്തില്ല കേട്ടോ. അറിയാതെ കൈതട്ടി ഓണാവുന്നതിന്റെ കാരണം കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാൻ ബി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിനകത്തിൽ എങ്ങനെങ്കിലും ഒന്ന് വിജയിക്കണം. നിങ്ങൾ അറിയാതെ മറ്റ് പ്രൊഫഷൻസുമായിട്ട് ഇതിനെ കമ്പാരിസൺ ചെയ്യും. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ചെയ്യും. കാരണം എന്താ? നിങ്ങൾക്ക് ഇതിനകത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു അല്ലെ ഉണ്ടാവണം എന്നുള്ള മാനസികമായ ഒരു ഉറപ്പ് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറുമായിട്ടും കളക്ടറുമായിട്ടും ഒരു എഞ്ചിനീയറുമായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ടും ഒരു ആർക്കിടെക്റ്റുമായിട്ടും സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിൽ വലിയ ശമ്പളം വാങ്ങിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ മന്ത്ലി ഇൻകവുമായിട്ട് ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനത്തെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കമ്പാരിസൺ ചെയ്യും തുടക്കത്തിൽ പഠിക്കാൻ വരുന്ന സമയത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇതൊരു അടിപൊളി സെറ്റപ്പ് ഏരിയയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? 9 മണി മുതൽ പണിയെടുക്കാൻ തുടങ്ങിയാൽ മതി. 9:30 ആകുമ്പോൾ വന്നാലും കുഴപ്പമില്ല. രാവിലെ 9 മണി വരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വേണമെങ്കിലും പണിക്ക് കയറാൻ പറ്റുന്ന പണിയാണ് ട്രേഡിങ്. 3:30 എന്ന് പറയുന്ന ഒരു സമയമുണ്ട്, ബെല്ലടിക്കും, വീട്ടിൽ പോവാ എന്ന് വെച്ചാൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. 5 പൈസ കടം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യാപാരമല്ല. ആർക്കും കടം കൊടുക്കണ്ട. ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ്ങിനെ പറ്റിയാ പറയാം കേട്ടോ. 5 പൈസ കടം പോകത്തില്ല. ഇന്ന് മേടിച്ച
ഇന്ന് തന്നെ വിൽക്കണം. പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പൊ 5 പൈസ കടം പോകത്തില്ല. പിന്നെ നമ്മള് ശരിയായിട്ട് പഠിച്ചങ്ങ് ചെയ്തേച്ചാ മതി. പിന്നെ ബാക്കിയുള്ളത് നമ്മൾക്ക് ലൈഫ് ടൈം നമുക്ക് ഇതിന് ഇങ്ങനെ വരുമാനം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കഴിവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പൈസ ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കും. ഇതാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പഠിക്കാൻ പ്രചോദനമാകുന്ന ഒരു വസ്തുത. നിങ്ങളുടെ ഡോക്ടറുമായിട്ടും എഞ്ചിനീയറുമായിട്ടും സമൂഹത്തിൽ ഉന്നത തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുമായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷനെ നിങ്ങൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ അവരൊക്കെ ഒരു മാസം എടുക്കുന്നതിനെക്കാട്ടിലും അല്ലെ ഒരു വർഷം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വരുമാനം ഇൻട്രാഡേ ഓപ്ഷൻ ബൈങ്ങിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു സ്കോപ്പ്, ഒരു സാധ്യതയും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ അറിയാതെ ഇതിനകത്തിൽ വന്ന് പെടും. അങ്ങനെ പെട്ടിരിക്കുന്നവന്മാരാ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന, ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ 184 പേർ പെട്ട് കിടക്കുന്നു. കാരണം വിചാരിച്ചാൽ ഇതിനകത്ത് ഇനി ഇറങ്ങിപ്പോവാം. പിടിയിടുന്നുണ്ടോ? ഭ്രമയുഗമാണ്, ഭ്രമയുഗം. വന്ന് കേറിപ്പോയി, ഒക്കത്തില്ല. വൈബ്രേഷണൽ സൗണ്ട് ആണോ കഴിഞ്ഞ ഈ പറയുന്നേ? നോട്ടെ, സൗണ്ട് ക്ലിയർ അല്ലേ? ഒരു ഫോണിലിരുന്ന് സംസാരിക്കുന്ന പോലെ സാറ്, ഫോണിലിരുന്ന് സംസാരിക്കുന്ന പോലെ. സർ ഭയങ്കര എക്കോ ആണ് സർ. എക്കോ വരുന്നില്ലയോ? ഭയങ്കര എക്കോ ആണ് സർ. ക്ലിയർ ആണല്ലോ. എന്തോ ചെയ്യാൻ? നമുക്ക് നോക്കാം. ഒരു ദിവസം ഇങ്ങനെ പോട്ടെ. ഇൻമിഡിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കുറവുണ്ടോന്ന് പറയണേ. ഇപ്പൊ കുറച്ചൊക്കെ കുറവ് തോന്നുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അത്രയുമേ പറ്റത്തുള്ളൂ മാക്സിമം. ശരി, അല്ലെങ്കിൽ സൗണ്ട് പിന്നെ ഒരുപാട് കുറഞ്ഞു പോകും. പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾക്ക് ഒരു മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ആണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഈ ട്രേഡിംഗ് പഠിക്കാൻ തുടങ്ങുന്ന സമയം. ശരിയല്ലേ? നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ അവൈലബിൾ ആയിട്ടുള്ള, ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ബുക്കുകളുള്ള ഇന്റർനെറ്റിന്റെ ലോകത്തോട്ട് നിങ്ങൾ കയറുന്നത്. ഫ്രീ ഇഷ്ടം പോലെ പഠിക്കാം. ഇതല്ലാത്ത വേറൊന്നും, സ്ഥിരം വരുമാനം കിട്ടണം, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം, ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടു കൂടി ഈ ട്രേഡിംഗ് അല്ലാത്ത വേറൊരു മേഖലയിലും നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഉണ്ടോ? യൂട്യൂബ് മാത്രം നോക്കി. ശരിയല്ലേ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും എവിടെ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഒരാളുണ്ട്. ശരിയല്ലേ? അത് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ശരി, പുതിയൊരു ജോലിക്ക് കയറുമ്പോഴാണെങ്കിലും ശരി, കോളേജിലാണെങ്കിലും ശരി, സ്കൂളിലാണെങ്കിലും ശരി, ഓക്കെ. പക്ഷെ ആ ഫെസിലിറ്റി നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടില്ല. അതിന് നിങ്ങളൊരു മെന്ററെ ചൂസ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അത് വേണ്ടാത്ത മിടുമിടുക്കന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണ് ഇതില് വിജയിക്കുക എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ അറിയണം. സാറിൻ്റെ അടുത്ത് പോയി സാറ് പറയുന്ന കാര്യം അതുപോലെ പഠിച്ചാൽ വിജയിക്കും. അതിപ്പോ ഏതൊരു കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സാറ് പഠിപ്പിച്ചാലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പാടുണ്ടോ ഒരു സബ്ജക്റ്റ് പഠിച്ച് വിജയിക്കാൻ? ശരിയല്ലേ? നിങ്ങൾക്ക് ഒരു രീതിയിലും വഴങ്ങാത്ത ഒരു മേഖലയില്ലല്ലോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് തീർത്തു തരാനും ഉണ്ടെങ്കിൽ വളരെ ഈസി അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ടുള്ള ഒരു ചാനൽ ഓപ്പൺ ആയി കിട്ടി. പക്ഷെ അതില്ലാത്തവരാണ് എങ്ങനെ എന്ത് കാരണം കൊണ്ടായിരിക്കും, അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടാവും?
ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിൽ വിജയിക്കാൻ അയാൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും. കാരണം 2 ആഴ്ച ട്രേഡ് ചെയ്യും, 2 ആഴ്ച ട്രേഡ് ചെയ്യും, അതിനകത്ത് 2-3 ദിവസം കൊണ്ട് അയാളുടെ കിട്ടിയ പ്രോഫിറ്റ് വീണ്ടും അയാൾ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യും, വീണ്ടും അയാൾക്ക് 3-4 ആഴ്ച പ്രോഫിറ്റ് ആയിരിക്കും, 5-ാമത്തെ 6-ാമത്തെ ആഴ്ച അതുകൊണ്ട് കളയും. ടെക്നിക്കലി അയാള് വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അയാൾക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ അയാൾക്ക് ബുക്സുകൾ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. അതൊക്കെ വെച്ച് ടെക്നിക്കലി ഇദ്ദേഹം വളരെ ഹൈയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഇടയ്ക്ക് അയാളെ പ്രോഫിറ്റ് അങ്ങ് നഷ്ടപ്പെടും. വൈ? എന്തുകൊണ്ട്? ഞാൻ ആദ്യം പറഞ്ഞ 3 ബേസിക് നീഡ്സ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം. ഈ 3 ഫ്രീഡം എത്രയും പെട്ടെന്ന് എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് അകത്തി നിന്നുകൊണ്ടാണ് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കുന്നതെങ്കിൽ, ട്രേഡ് ചെയ്യുവല്ല ട്രേഡിംഗ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടും. പിടിയോ? അപ്പൊ അതുണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സാറായിട്ട് മാറണം. കിട്ടുന്നുണ്ടോ? നിങ്ങളിൽ നിങ്ങളൊരു അധ്യാപകനെ കണ്ടെത്തണം. നിങ്ങൾക്കതിന് പറ്റത്തില്ല, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ അത് പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിരുപാധികം ഒരു അധ്യാപകന് കീഴ്പ്പെടണം. ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഒരു കാലാവധി വരും. ഇത്ര നാള് വരെ ഞാൻ ഇതിന് തുടർച്ചയായി ശ്രമിക്കും. അപ്പൊ ഒരു അധ്യാപകൻ എങ്ങനെയാണോ നിങ്ങളിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്, അതേപോലെ ഒരേ സമയം നിങ്ങളുടെ അധ്യാപകനായും അതേ സമയം വിദ്യാർത്ഥിയായിട്ടും ഒരു വ്യക്തി തന്നെ മാറുന്ന പ്രതിഭാസം ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളോട് അധ്യാപകൻ പറയുവാണ്, നിങ്ങൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 3 ബേസിക് ഇമോഷൻ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എന്ത് പറയും? അതായത് അയാൾക്ക് ടൈം ഫ്രീഡം ഉണ്ടാവണം, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം, ലൊക്കേഷൻ ഫ്രീഡം ഉണ്ടാവണം. 3 കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനാണ് ഞാൻ ട്രേഡിംഗ് പഠിക്കുന്നതെന്നല്ലേ അദ്ദേഹം പറയത്തുള്ളൂ. അത് പറയാനല്ലേ അദ്ദേഹത്തിന് പറ്റത്തുള്ളൂ. ശരിയല്ലേ? കാരണം അയാളുടെ ആവശ്യം അത് 3 ആണല്ലോ. പക്ഷെ ഒരു അധ്യാപകനാണ് ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു സ്വയം അധ്യാപകനാവുകയാണ് ചെയ്യുന്നതെങ്കിൽ, അവിടെ അയാളുടെ ട്രേഡിംഗ് ജേർണിയെ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളായി തരംതിരിക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വാങ്ങൽ വിൽക്കൽ പ്രക്രിയ. ഈ വാങ്ങൽ വിൽക്കൽ പ്രക്രിയയിൽ നിങ്ങൾക്ക് മുൻപരിചയമുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളിത് ആദ്യമായിട്ടാണോ വാങ്ങൽ വിൽക്കൽ പ്രക്രിയ പഠിക്കുന്നത്, അതോ നിങ്ങൾക്ക് ഇതിനെ പറ്റി മുൻപരിചയമുണ്ടോ എന്നുള്ളത്? അപ്പൊ നിങ്ങൾ പറയും മുൻപരിചയമുണ്ട്. വാട്ട് ഇസ് ദ റീസൺ? ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോയും കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ബുക്കുകളും വായിച്ചിട്ടുണ്ട്. വില കുറയുമ്പോൾ വാങ്ങിക്കണമെന്നും വില കൂടുമ്പോൾ വിൽക്കണമെന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ പഠിച്ചിട്ട് തന്നെയാണ് ട്രേഡിങ്ങിൽ വന്നിരിക്കുന്നത്. പക്ഷെ ടെക്നിക്കൽ നോളജ് ഉണ്ട്, പക്ഷെ കിട്ടുന്ന പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു പോവാം. അവിടെ അങ്ങനെയാണ് റീസണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും അറിയാം, പക്ഷെ അതൊരു ചട്ടക്കൂടിനകത്തി നിർത്തി എങ്ങനെ ചെയ്യണം എന്നറിയില്ല. വാട്ട് ഈസ് കോൾഡ് ചട്ടക്കൂട്? ഒരു തന്ത്രം ഉപയോഗിക്കണം. ബിസിനസ് തന്ത്രം, ബിസിനസ് സ്ട്രാറ്റജി, അത് കയ്യിൽ വെച്ചോണ്ട് മാത്രമേ ട്രേഡിംഗ് പഠിക്കൂ, ട്രേഡിംഗ് ചെയ്യൂ എന്ന് പറയുന്ന ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം.
ട്രേഡിംഗ് പഠിക്കുമ്പോൾ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതിന്റെ കാരണം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ടൈം ഫ്രീഡവും ലൊക്കേഷൻ ഫ്രീഡവും എൻജോയ് ചെയ്യണമെന്ന ആവശ്യത്തിന് മുൻഗണന മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഉറപ്പിക്കണം, എനിക്ക് ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും ലൊക്കേഷൻ ഫ്രീഡവും ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരേണ്ടതാണ്. ഇതാരാണ് നിങ്ങളോട് പറയേണ്ടത്? നിങ്ങളിലെ അധ്യാപകൻ നിങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടോ വേറെ ആൾ പറഞ്ഞിട്ടോ വന്നിട്ടോ കാര്യമില്ല. നിങ്ങളിലെ അധ്യാപകൻ ഒരേ സമയത്ത് നിങ്ങൾക്ക് 2 റോള് കൈകാര്യം ചെയ്യേണ്ടി വരും. നിങ്ങളെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു റോളുണ്ട് നിങ്ങൾക്ക്, പിന്നെ നിങ്ങൾ അതനുസരിച്ച് പഠിക്കുന്ന ഒരു റോളും ഉണ്ട് നിങ്ങൾക്ക്. ഇത് രണ്ടും നിങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് സ്ട്രാറ്റജിയുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ബിസിനസ് സ്ട്രാറ്റജി? ബിസിനസ്സുകാരെല്ലാവരും നിർബന്ധമായും ഫോളോ ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ബേസിക് നീഡ് ഒരു സ്ട്രാറ്റജി അയാൾക്ക് വേണം എങ്കിൽ വളരെ ബേസിക് നീഡ് എന്താണ്? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരനും ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, എടവി ആന്ധ്രാപ്രദേശിൽ നിന്ന് പോത്തിനെ ഇറങ്ങി കച്ചവടം ചെയ്താൽ മുടിഞ്ഞ ലാഭമാണ്, പോയി ചെയ്താലോ? അപ്പൊ നിങ്ങളെന്താ പറയും? അയ്യോ അതെങ്ങനെ ചെയ്യുമെന്ന് നമ്മളിപ്പോ എങ്ങനെ അറിയും? ഇപ്പൊ നമ്മളെങ്ങനെ ചെയ്യുമെന്ന് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇറങ്ങി ചെയ്യുമോ? ചെയ്യുമ്പോഴെല്ലാം അറിയത്തുള്ളൂ ഇതിന്റെ ശരിയും തെറ്റും എന്തുവാ. നമ്മൾ നാളെ വണ്ടി വിളിക്കുന്നു, നേരെ ആന്ധ്രാപ്രദേശിന് വിടുന്നു, അവിടെ ചെല്ലുന്നു, പോത്തിന് ഇരിക്കുന്ന ആൾക്കാരെ തപ്പിയെടുക്കുന്നു, നമ്മൾ അവരോട് കച്ചവടം ഉറപ്പിക്കുന്നു, തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നു, നമ്മളൊരു 3 മാസം പോത്തിനെ ഇവിടെ നിർത്തി വളർത്തുന്നു, പെരുന്നാളാകുമ്പോൾ കച്ചവടം ചെയ്യുന്നു. എങ്ങനെ പോയാലും 4 ഇരട്ടി പ്രോഫിറ്റാണ്. നിങ്ങൾ മുന്നും പിന്നെ നോക്കാതെ ചാടുവോ? നിങ്ങൾ മറുപടി പറയണം, നിങ്ങൾ ചാടുവോ? ഒരു കൂട്ടുകാരൻ നിങ്ങളോടൊന്ന് പറയാമോ, നിങ്ങൾക്ക് പോത്തെന്തോന്ന് അറിയത്തില്ല, ആന്ധ്രാപ്രദേശ് എന്തോന്ന് അറിയത്തില്ല, പെരുന്നാളും തോന്നുന്നു അറിയത്തില്ല, നിങ്ങളുടെ കച്ചവടം ചെയ്യണം ഒരു പുതുവ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ പൈസ മാറില്ല, നിങ്ങൾ ഇറങ്ങും? പറയണ വായിക്കത്തി പച്ചവെള്ളം ഒഴിച്ചുണ്ടെങ്കിൽ അത് പറ. പിന്നെ എന്തോ കണ്ടോണ്ടാണ് ട്രേഡിങ് പഠിക്കാൻ വന്നത്? ഇതും അതുപോലെ തന്നെ അല്ലേ ഉള്ളൂ, ആന്ധ്രാപ്രദേശ് അല്ലെന്നല്ലേ ഉള്ളൂ. ഒരു പുക്കച്ചോളെ അറിയാൻ വയ്യ, അതല്ലേ ഇതിനകത്ത് വന്ന് കിടന്ന് ചാടുന്നത്. അത് തന്നെയല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പോത്തിനെ മേടിക്കാൻ നമുക്ക് പറ്റൂല, നമ്മൾ ട്രേഡിങ് ആണെങ്കിൽ മേടിക്കും, അതല്ലേ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടേ? നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അതിന് പൈസ ഉണ്ട് എങ്കിൽ ആ പൈസ വെച്ച് എങ്ങനെ ഈ സാഹചര്യത്തെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടേ? ശരിയല്ലേ? നിങ്ങളുടെ കയ്യിൽ ആ പൈസയേ ഉള്ളൂ, പിന്നെ കച്ചവട ബുദ്ധിയുണ്ട്. ഈ കച്ചവട ബുദ്ധിയും പൈസയും വെച്ച് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നല്ലേ ചിന്തിക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ഇവനോട് ചോദിക്കുന്നേ? നമ്മള് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നു, ഇവിടുന്ന് അവിടെ വരെ ചെല്ലാൻ എത്ര ദിവസം എടുക്കും? വഴിച്ചെലവ് എത്ര രൂപയാവും? തിരിച്ചിങ്ങോട്ട് ഈ പോത്തിനെ കൊണ്ടുവരുന്നതിന് കുറച്ച് ചെലവുണ്ടല്ലോ, അതെങ്ങനെ നമ്മൾ കൊണ്ടുവരും? ആര് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യും? ഇതിനെ എവിടെ കൊണ്ടൊന്ന് പാർപ്പിക്കും? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുമ്പോൾ നീ അതൊന്നും അറിയണ്ട, ഫുള്ള് ഞാൻ മാനേജ് ചെയ്തോളാം, നീ പൈസ ഉണ്ടോ നിന്റെ കയ്യില്, പ്രോഫിറ്റാ, ഇതല്ലേ നിങ്ങളോട് പറയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഓക്കെ അതെല്ലാം നീ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നീ മാനേജ് ചെയ്തോളൂ. അത് നിന്റെ പൈസ ഉണ്ടോ? ഇല്ല, എന്റെ പൈസ ഇല്ല, നീ പൈസ അല്ല ഇറങ്ങിക്കണം, പക്ഷെ ഞാനെല്ലാം മാനേജ് ചെയ്തോളാം. അവിടെ നിങ്ങൾ എന്താണ് ബിസിനസ്സിലെ ചെയ്തേ? ആസ് എ ബിസിനസ്മാൻ നിങ്ങൾ പൈസ കൊടുത്ത് ഒരാളുടെ സർവീസ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ശരിയല്ലേ? നിങ്ങളോട് ഈ ഐഡിയ പറഞ്ഞാണ്ട് സർവീസ് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ കാശ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അറിവ് ആരുടെ കിട്ടി? അറിവ് ആരുടെ കയ്യിലിരിക്കുക? ഈ കച്ചവടം ചെയ്യാനുള്ളേ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത് കൂട്ടുകാരൻ്റെ ഇരിക്കുക, ശരിയല്ലേ? നിങ്ങൾ അവനോട് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് വാട്ട് ഈസ് മൈ ROI?
റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ടൈം ഓഫ് പീരീഡ് ഉണ്ട്, ശരിയല്ലേ? ഇവിടുന്ന് അവിടെ വരെ യാത്ര ചെയ്ത് ഈ സാധനത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് ഇത് ആവശ്യക്കാരന്റെ കയ്യിലേക്ക് എത്തിച്ചാൽ നമ്മുടെ ഇത് വിറ്റ് ഒഴിവായി പോയി പൈസ നമ്മുടെ കസ്റ്റമറുടെ നമ്മുടെ വെട്ടിക്കെത്തി വരാൻ എത്ര സമയം എടുക്കും? ട്രേഡിങ് വന്നപ്പോ ഈ ROI കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ചിന്തിക്കണം. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മുടക്ക് മുതൽ എത്ര നാളുകൊണ്ട് 1 രൂപ നഷ്ടപ്പെടാതെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പൈസ മുടക്കാൻ ഞാൻ തയ്യാറാണ്, നീ കാര്യങ്ങൾ നോക്കി നടത്തിക്കും, പക്ഷെ എത്ര നാളുകൊണ്ട് എനിക്കിത് തിരിച്ചെടുക്കാൻ പറ്റും? സ്വാഭാവികമായിട്ടും കാശിറക്കി കച്ചവടം ചെയ്യാൻ പോകുന്നവനെ ആദ്യം തിരക്കേണ്ട ഒരു കാര്യമല്ലേ ഇത്, ശരിയല്ലേ? എത്ര പേര് തിരക്കിയിട്ടുണ്ട്? സത്യസന്ധമായിട്ട് തിരക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ആരോട് തിരക്കാനോ? ഇല്ലേ? ആരോട് പോയി തിരക്കും? യൂട്യൂബിൽ വീഡിയോ കാണുന്നു, ബ്രോക്കർ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറയുന്നു. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്, വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കച്ചവടമാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫീസ് ഓപ്പണായി, വീട്ടിലെ ലാപ്ടോപ്പ് ആണല്ലോ നമ്മുടെ ഓഫീസ് ട്രേഡേഴ്സിന്റെ, ഇമ്മീഡിയറ്റ് ആയിട്ട് കച്ചവടം തുടങ്ങി. ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വ്യാപാര സ്ഥാപനം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഒരു വാങ്ങൽ വിൽക്കൽ പ്രക്രിയ നടക്കുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ട്രേഡിങ് തുടങ്ങുന്നതിൻ്റെ കൊണ്ട് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഫർണിച്ചർ എന്തെങ്കിലും അഡീഷണൽ മേടിക്കേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി വീട്ടിൽ ചിലപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കാണും, അല്ലെങ്കിൽ ഒരു പുതിയ നെറ്റ് ഒരു വൈഫൈ എടുക്കേണ്ടി വരും. ഓൾറെഡി കമ്പ്യൂട്ടറോ മൊബൈലോ കാണും, ഇത് തന്നെയായിരിക്കും യൂസ് ചെയ്യുക, അല്ലേ? അപ്പൊ വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടി, ഏറ്റവും എളുപ്പത്തിൽ പൈസക്കാരനാവാൻ പറ്റുന്ന സ്കോപ്പ് ഉള്ള ഒരു മേഖല. ചാടി ഇറങ്ങുക. ROI എന്താണെന്ന് അറിയത്തില്ല, എത്ര നാളുകൊണ്ട് ഇതിനകത്ത് മുടങ്ങുന്ന പൈസ, എന്നിട്ട് മുടക്കുന്നതോ പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊണ്ടിട്ടാണ് പഠിക്കാതെ കളിക്കുന്നത്. ഇനിയെങ്കിലും പിന്തിരിഞ്ഞ് നോക്കണം, ഞാൻ പൊക്കോണ്ടിരിക്കുന്ന റൂട്ട് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത ഒരു അധ്യാപകന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇത് പഠിച്ച് വിജയിക്കാൻ തയ്യാറായ ഒരാള് നിർബന്ധമായിട്ടും സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ടൈം. എത്ര നാളുകൊണ്ട് ഇത് പഠിക്കണം? ജീവിതത്തിൽ പുറമോട്ടത് തിരിഞ്ഞു നോക്കണം. ഒരു സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി എത്ര നാൾ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, ഒരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കാൻ, ശരിയല്ലേ? ഒന്ന് സ്വന്തം ജീവിതത്തിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കണം. ഒരു ജ്യൂസ് കച്ചവടക്കാരനായിക്കോട്ടെ, ഒരു പ്ലംബർ ആയിക്കോട്ടെ, ഒരു വയറിംഗുകാരനായിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു MBA കാരനായിക്കോട്ടെ, അയാൾ എത്ര നാൾ കഷ്ടപ്പെട്ട് പഠിച്ച് പ്രാക്ടിക്കലി ഇത് പ്രവർത്തന പരിചയം നേടിയിട്ടാണ് അയാൾക്ക് ഒരു സ്ഥിര വരുമാന മാർഗം ഈ പ്രൊഫഷനിൽ നിന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കിട്ടിയത്. ഈ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ക്യാൻഡിലുകളുടെ പുറകെ മനസ്സിനെ സഞ്ചരിക്കാൻ വിട്ടാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ വിചാരം? നെവർ. ഇനി ഉണ്ടാക്കിയാലോ അത് കൈ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് എടുത്തോണ്ട് പോകാൻ മാർക്കറ്റിന് അറിയാം. നിങ്ങളതിന് നിന്ന് കൊടുക്കുകയും ചെയ്യും. കാര്യം ഇതിനകത്തിലെ കളി എന്താണ്, ഉൾക്കളി എന്താണെന്ന് പഠിച്ചിട്ടല്ല ഈ കച്ചവടത്തിനകത്ത് നിങ്ങൾ ഇറങ്ങുന്നത്. എത്ര നാളിത് പഠിക്കേണ്ടി വരും? ഒരു ഡോക്ടറെക്കാട്ടിലും, ഒരു എഞ്ചിനീയറെക്കാട്ടിലും, ഒരു MBA കാരനെക്കാട്ടിലും, ഒരു ലോയറെക്കാട്ടിലും നിങ്ങൾക്ക് കൂടുതൽ സാലറി എടുക്കാൻ ഒരു മാസം ഇതിനകത്ത് നിന്ന് പറ്റുമെങ്കിൽ ഉറപ്പാണ് അവര് പഠിച്ചതിന്റെ പകുതി സമയമെങ്കിലും ചെലവാക്കി ഇത് പഠിക്കണം എന്നുള്ള ഒരു കോമൺ സെൻസിലേക്ക് ഇറങ്ങി വരണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് കണ്ടീഷനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ട്രേഡിംഗ് പ്രൊസീജിയർ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഓരോ മാർക്കറ്റ് കണ്ടീഷനിലും നിങ്ങളുടെ ട്രേഡിംഗ് പ്രൊസീജിയർ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളിൽ വിശ്വാസം ബിൽഡപ്പ് ആകുന്നത് വരെ നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. 3.25 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു ഇതെങ്കിൽ ഉറപ്പിച്ചോ സാറേ, ഇന്ന് രാവിലെ നിങ്ങൾ ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയ സമയത്തെ I agree എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് നിങ്ങളോട് പറയുന്നതാ, എടാ ഇത് അപകടം പിടിച്ച മേഖലയാ, ഇവിടെ പൈസ ഇറക്കി കച്ചവടം ചെയ്യുമ്പോൾ നീ പഠിച്ചിട്ട് ചെയ്തോണമെന്ന്. മനസ്സിലായോ? ഞാനല്ലല്ലോ പറയുന്നേ,
നിങ്ങൾ തന്നെയല്ലേ ഐ എഗ്രി എന്ന് പറഞ്ഞത് വളരെ ക്ലിക്ക് ചെയ്തിട്ട് അകത്ത് കയറുന്നേ. 90% പേരും പരീക്ഷ എഴുതിയാൽ തോക്കും. എഴുതുന്ന 100 പേര് പരീക്ഷ എഴുതിയാൽ 90 പേരും തോക്കും എന്ന് ഉറപ്പുള്ള ഒരു മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ സമയം, പൈസ, എനർജി ഈ 3 ചെലവാക്കി പഠിക്കാൻ പോകുള്ളൂ. അതിന് പോകത്തില്ല എന്നാണ് ഉത്തരവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് സംതിങ് എക്സ്ട്രാ, മറ്റുള്ളവർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പുതിയതായി നിങ്ങളുടെ മനസ്സിനകത്തിലേക്ക് ഉറപ്പിച്ചു വെക്കാതെ 90 പേര് പരാജയപ്പെടുന്ന മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ബിസിനസ് തന്ത്രമാണ് ആവശ്യം. ROI ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഓരോ ദിവസവും വർക്ക് ചെയ്യാൻ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള അധ്യാപകനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അയാൾ പറയുന്നത് കേട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ റോളും കൂടെ ഒരേ സമയം നിങ്ങൾ കൈകാര്യം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മുടക്ക് മുതൽ എത്ര നാൾ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. മന്ത്ലി പ്ലാനും, ഇയർലി പ്ലാനും, ഡെയിലി പ്ലാനും ഉണ്ടാക്കണം. ഇവിടെ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? 3 മാസം കൊണ്ട് ഡിപ്ലോയിഡ് ക്യാപിറ്റൽ ഡബിൾ ആക്കണം. 100% ഓഫ് റിട്ടേൺ. ബിസിനസ് പൊട്ടിപ്പോകുമോ? കഴിഞ്ഞാൽ ഏത് മാർക്കറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന, ഞാൻ നിങ്ങൾക്ക് ആവർത്തിച്ച് പറഞ്ഞതെന്ന് പഠിപ്പിച്ചു തരുന്ന ട്രേഡിംഗ് പ്രൊസീജിയറിനകത്ത് ഇവിടെ 5 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങിയാൽ നടക്കത്തില്ലേ? ഈസി അല്ലേ? ആണോ? നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന പല ട്രേഡിംഗ് മെത്തേഡുകളിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ബിസിനസ് പോളിസി ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? നിങ്ങളുടെ മനസ്സിനകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 വികാരങ്ങളാണ് കിടന്ന് കളിക്കുന്നത്. ROIക്ക് പകരം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ലൊക്കേഷൻ ഫ്രീഡം. ഈ 3 ഫ്രീഡത്തിനെയും ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരേണ്ടതാണെന്ന് കരുതി മാറ്റിവെക്കുക. പകരം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ROIയിലാണെന്ന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. ഈ ROIയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും, മാനസികമായ നിരാശ വരും. നിങ്ങളുടെ ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നിങ്ങൾ കമ്പാരിസൺ ചെയ്യും. നിങ്ങൾ ശരിയാവുന്നില്ല, നിങ്ങൾക്ക് ശരിയാവുന്നില്ല, നിങ്ങൾക്ക് ട്രേഡുകൾ മിസ്സാവുന്നു, നിങ്ങൾക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു. ഇനി അത് എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ കൂടെ, ഡിഫറെന്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കയറി ഇറങ്ങി പോകണം. എത്ര നാൾ? ഒരു പ്രൊഫഷണൽ കോഴ്സ് വേൾഡ് വൈഡ് യൂണിവേഴ്സിറ്റികള് വെച്ചിരിക്കുന്ന ടൈം ഫ്രെയിം 3 വർഷമാണ്. മിനിമം 1.5 വർഷമെങ്കിലും പ്രോഫിറ്റ് വേണ്ട, ലോസ് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ച ശേഷം മാത്രമേ ഞാൻ പ്രോഫിറ്റിന് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും എൻട്രി പോയിന്റിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടുതലായി നിങ്ങളുടെ ടൈമും എനർജിയും അനാലിസിസിന് ചെലവാക്കുമ്പോൾ അതേ എനർജിയും അതേ ടൈമും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് വെക്കാനുള്ള ലൊക്കേഷനിൽ കണ്ടെത്താൻ പഠിക്കൂ എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലേ? എൻട്രി പോയിന്റ് കണ്ടെത്തുന്നതിനകത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകിയല്ല പഠിപ്പിക്കുന്നത്. പകരം എവിടെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും, നിങ്ങളുടെ ബ്രില്യൻസും സ്കില്ലും വരേണ്ടത് എവിടെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് ചാർട്ടിൽ വെക്കാൻ പറ്റും എന്നുള്ള ഒരു ഏരിയ കണ്ടെത്തുന്നതിനാണ്. ആ ഏരിയ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടെ നിന്നും മുകളിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ എത്ര പോയിന്റ് ആണോ ഉള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ബ്ലൈൻഡായിട്ട് എൻട്രി പോയിന്റ് കണ്ടെത്തുകയും ആ എൻട്രി പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് എൻട്രി മിസ്സാവാതെ സ്ഥിരമായി ബിസിനസ് പോളിസി ടാർഗറ്റ് കിട്ടുകയും ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ് പോളിസി ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതിൽ ട്രേഡിംഗ് ഐഡന്റിറ്റി ഉണ്ടായി എന്ന് പറയും. മറ്റുള്ളവർ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ബിസിനസ് പോളിസി ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതിലും നിങ്ങളുടെ ട്രേഡിംഗ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിലുമായിരിക്കണം.
അവിടെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സംതിങ് എക്സ്ട്രാ ചെയ്യുന്നു. യു ആർ ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ലേബിൾ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് അടിച്ചാലോ 50% ഓഫ് ലോസ്, ഹൗ ഐ ക്യാൻ, എനിക്ക് എങ്ങനെയാണ് അത് തിരിച്ചെടുക്കാൻ പറ്റുക? 50% ഓഫ് ലോസ്, ഹൗ ഐ വിൽ ഡു മാനേജ്. എനിക്ക് എങ്ങനെയാ 50% ലോസ്, എനിക്ക് വന്ന ലോസിന്റെ 50% സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന കാര്യത്തിലാണ് അടുത്ത സ്ട്രാറ്റജിയുടെ റൂള് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വെയിറ്റിംഗ് ഇല്ല, വെയിറ്റിംഗ് വേണ്ട, ഇമ്മീഡിയറ്റ്. അതല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നേ. അപ്പൊ അതിനകത്തിൽ ഇനി നിങ്ങളോട് വെള്ളം ചേർത്താലോ പോയി. സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ നിങ്ങൾ ഫ്രീസായി പാനിക്കായിട്ട് നിന്നാലോ പോയി. എന്തിനാ കോഴ്സിന് ജോയിൻ ചെയ്യുന്നേ? ടൈം സേവ് ചെയ്യണം, പൈസ സേവ് ചെയ്യണം, വേണ്ടേ? ഈ രണ്ട് കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നേ. എന്താ നിങ്ങൾ അതിൽ ചെയ്യേണ്ടത്? എന്താണോ പ്രൂവൺ ട്രേഡിംഗ് പ്രൊസീജിയറായി നിങ്ങളെ എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നത്, അതിനെ നിങ്ങൾ അന്ധമായി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ, അതിനെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലാക്കി മാറ്റാൻ ശ്രമിച്ചാൽ, നിങ്ങളിൽ നിന്നും ട്രേഡിങ്ങിലെ ഏറ്റവും അപകടകാരി എന്ന് ഞാൻ പറയുന്ന അനാലിസിസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകണം. എന്തിനാ നിങ്ങൾ അനാലിസിസ് ചെയ്യുന്നേ? മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? അതൊരു കിക്ക് മാത്രമാണ്, അതൊരു ലഹരി മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ വിജയിച്ചു എന്ന്, നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ ഇതിൽ വിജയിച്ചതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഹൈ പ്രോബബിലിറ്റി ഉള്ള ട്രേഡിംഗ് സെറ്റപ്പുകൾ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ പോയി സ്വമേധ അനാലിസിസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം നിങ്ങളായിട്ട് കണ്ടുപിടിച്ചെടുത്ത് വിജയിച്ച ട്രേഡാണ് ഇതെന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്ന ഒരു ഹിഡൻ അജണ്ടയിലാണ് നിങ്ങളുടെ ട്രേഡിംഗ് പഠിക്കുന്നതെങ്കിൽ സാറെ ഉറപ്പിച്ചോ, നിങ്ങൾ ചതുപ്പിനകത്തിലാണ് നിൽക്കുന്നത്. സ്ട്രാറ്റജിക്കകത്തിൽ എന്തുവാ ഉള്ളേ? അനാലിസിസ് തന്നെ ഉള്ളേ. അതിനകത്ത് കയറി പിന്നെ അനാലിസിസ് ചെയ്യുന്നത് ലോകോത്തര മണ്ടത്തരങ്ങൾ വരണം. മനസ്സിലായോ? നിങ്ങൾക്ക് അനാലിസിസിന് പവർ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പഠിക്കുമ്പോ തുടക്കത്തിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് അത് ആവശ്യം? ആഫ്റ്റർ യുവർ ട്രേഡിംഗ് ഐഡന്റിറ്റി. എപ്പോഴാണോ നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നത്, ആ സമയത്തും അത് നിങ്ങൾക്ക് അനാലിസിസ്. ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് സ്മോൾ ബിസിനസ് ഡീൽ എന്ന് പറയുന്ന ബിസിനസ് സ്ട്രാറ്റജിയാണ്. ചെറിയ പോയിന്റിൽ കൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് 3 മാസം കൊണ്ട് ക്യാപിറ്റൽ ഡെവലപ്പ്. നല്ല ഒരു ട്രേഡർ ആവണം എന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അനാലിസിസിനെ തുടക്കത്തിൽ പൂർണ്ണമായും അനാലിസിസിനെ ഒഴിവാക്കി വെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൂവൺ സ്ട്രാറ്റജിയിൽ തെളിയിക്കപ്പെട്ട ഓരോ ദിവസവും ക്ലാസ് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് തരുന്ന ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ. നീ യൂട്യൂബ് വീഡിയോ കണ്ടിപ്പോഴും പഠിക്കുന്ന ആൾക്കാരുണ്ട്, കോഴ്സിൽ ചേർന്നിട്ട് ഇങ്ങനെ ചുമ്മാ ക്ലാസ്സിനകത്ത് ഇങ്ങനെ വന്നിരിക്കും, എന്നെ അപ്ഡേറ്റ് ചെയ്യത്തില്ല, പാത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാം, നിങ്ങളിപ്പോ യൂട്യൂബ് വീഡിയോ കണ്ടോ, പക്ഷെ അതിന് കാലാവധി ഇല്ല. മനസ്സിലായോ? ഇത്ര നാൾ വരെ ഞാൻ കാണും. അതിനുള്ളിൽ എനിക്കിത് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായും ഫീസ് കൊടുത്ത് പർച്ചേസ് ചെയ്ത പഠിപ്പിക്കാൻ നിങ്ങൾ വിജയിച്ച് കാണണോ എന്നുള്ള ആഗ്രഹത്തിലല്ല ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതോ എന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണോ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്? ആണോ? അന്നോട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് എന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്? നിങ്ങളെ വിജയിച്ച് കാണണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഒരു അധ്യാപകനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? അപ്പൊ ട്രേഡിംഗ് പഠിപ്പിക്കാൻ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എങ്ങനെയുള്ള ആളായിരിക്കും?
നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പല ആൾക്കാർക്കും എന്നെ ഭയങ്കര മുന്നിയ സംശയം, ഞാൻ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ, ഞാൻ വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഫിറ്റ് എടുക്കുന്നെങ്കിൽ മാത്രമേ ഇയാൾ ഉണ്ടാക്കുന്നുള്ളൂ. അതാ എന്റെ സംശയം. ഇയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ വലിയ പ്രോഫിറ്റ് എടുത്തേ പറ്റൂ എന്ന് ഇയാളന്ന് നിർബന്ധം പിടിക്കുക. അതുകൊണ്ട് ഇയാൾക്ക് എന്തോ ഗുണം? എന്റെ ട്രേഡിംഗ് സൈക്കോളജി ആണോ നിന്റെ? ഞാൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്റെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. അതെങ്ങനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാ ദിവസവും നിങ്ങളെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഇത് പഠിച്ചിട്ട് പോയി ട്രേഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അതാത് ദിവസത്തെ തെറ്റുകളും ശരികളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി തരാൻ ഒരാൾ അധ്യാപകനായി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ആള് പറയുന്ന കാര്യത്തെ കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അതിനകത്തിലെ ശരികളും തെറ്റുകളും നിങ്ങൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകനും ചൂണ്ടിക്കാണിച്ച് തരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നാൽ അതുപോലെയുള്ളൂ നിങ്ങൾക്ക് പോരെ. ഈ അധ്യാപകൻ കണഞ്ഞു പരിശ്രമിച്ചു നോക്കിയിട്ടും നിങ്ങൾ ചോദിക്കുന്ന സംശയത്തിന് പ്രോപ്പറായിട്ട് മറുപടി തരാൻ പറ്റുന്നില്ല. ഇയാളെ പഠിപ്പിക്കുന്ന കാര്യം സ്ഥിരമായിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാനും ഇയാൾക്ക് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആ കോഴ്സിൽ ചേരരുത്. ഇനി അതല്ല, അതിന് കഴിവുണ്ടെങ്കിൽ അവിടെ പോയി തന്നെ വേണം പഠിക്കാൻ. ഇനി അവിടെ ചേർന്നിട്ടോ ഇയാളുടെ ഐഡിയ അനുസരിച്ച് ഇയാൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ട്രേഡിംഗ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി കൂടുതൽ ലോട്ട് സൈസ് ഇട്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ബിസിനസ് സ്ട്രാറ്റജിയാണ്. അതിനുള്ളിൽ വേണം ട്രേഡിംഗ് സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ. സ്ഥിരമായി ഒരേ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ആവർത്തിച്ച് വർക്ക് ചെയ്ത് അതിന്റെ ശരികളും തെറ്റുകളും കൃത്യമായി മനസ്സിലാക്കി ഓരോ ദിവസവും നിങ്ങൾക്ക് വന്ന ശരികളും തെറ്റുകളും നിങ്ങൾക്ക് സ്വമേധയാ ബോധ്യപ്പെടുത്തി കൊടുത്ത് നിങ്ങൾക്ക് കാലങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. എങ്ങനെ മാർക്കറ്റിൽ നിൽക്കണം, എവിടുന്ന് ട്രേഡ് എടുക്കരുത്, എവിടുന്ന് ട്രേഡ് എടുക്കണം, അതിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ആ തെറ്റുകളും ശരികളും നിങ്ങൾ സ്വമേധയായോ അധ്യാപകന്റെ സഹായത്താലോ നിങ്ങൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ട്രേഡിംഗ് ഡയറി എഴുതണം, അതിന് ജേണൽ എഴുതണം, ഇമ്പോസിഷൻ എഴുതണം, സാറിനോട് സംശയം ചോദിക്കണം, അഫർമേഷൻ ചെയ്യണം. കാരണം വിജയിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് അടുത്ത തലമുറയും കൂടെ രക്ഷപ്പെടുന്നത് നിങ്ങൾ മാത്രമല്ല. മനസ്സിലാകുന്നുണ്ടോ? അതിലേക്കുള്ള സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആവണം. ഓരോ ദിവസം ഉണരുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പും ആ ജീവിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, ഉറങ്ങിയാൽ മരണത്തിന് തുല്യം. നിങ്ങളൊന്നും അറിയത്തില്ല, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോ സംഭവിക്കുന്ന കാര്യങ്ങളോ ഒന്നും ബോധമില്ല. ബോധത്തോടു കൂടി ഇരിക്കുമ്പോ നിങ്ങൾ ചെലവാക്കുന്ന ഓരോ സമയവും ഓരോ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള ബോധത്തിൽ വേണം നിൽക്കാൻ. തെറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ശരി ചെയ്തും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് തെറ്റ് ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യരുത് എന്നുള്ളത്. തെറ്റ് ചെയ്താണോ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്, ശരി ചെയ്താണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളുടെ അധ്യാപകൻ എന്താണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതനുസരിച്ച് തന്നെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കാതാണ് നിങ്ങൾ ഇന്നും പെരുമാറിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ ശരി ചെയ്ത് ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ആണ്. ശരി ചെയ്ത് ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ആവർത്തിക്കണം. തെറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ അത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. ഒരിക്കലും ട്രേഡിംഗ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് തെറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്യാം, പക്ഷേ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. പൂർണ്ണമായും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ മനുഷ്യനാണ്. 100% പെർഫെക്ഷൻ എന്നൊന്ന് ട്രേഡിംഗിലില്ല, പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ, ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ട്രാറ്റജിക്ക് കൊടുക്കണം. 3 മാസം കൊണ്ട് ക്യാപിറ്റൽ ഡബിൾ ആണ്. അതിന് ഇന്നത്തെ ട്രേഡ് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, എത്ര രൂപ ഇന്ന് എനിക്ക് പ്രോഫിറ്റ് എടുക്കണം,
ഓപ്ഷൻ മാർക്കറ്റിലെ ദിവസങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചില ദിവസങ്ങൾ ബിസിനസ് പോളിസി ടാർഗറ്റിനെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ ശരികൾ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ പതിയെ 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 ചുവട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, ഐ ക്യാൻ ഡു ദിസ് ജോബ് എക്സ്ട്രാ ഓർഡിനറി, എനിക്കിത് വഴങ്ങും എന്നൊരു ദിവസം നിങ്ങൾക്ക് തോന്നൽ വന്നാൽ, തോന്നൽ സ്ഥിരമായി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ, അതിൽ വരുന്ന ശരികളും തെറ്റുകളും തിരുത്തി തരാൻ നിങ്ങൾക്ക് ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഐഡന്റിറ്റിയും കോൺഫിഡൻസും കിട്ടി. ലോട്ട് സൈസ് കൂട്ടിയെടുത്തോ സാറേ, ഒരു പ്രശ്നവും ഇല്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ബിസിനസ് പോളിസി വെച്ച് ₹1 മാർക്കറ്റ് കൊണ്ടുപോകത്തില്ല. മൊത്തം പലിശ, കൂട്ടുപലിശ അടക്കം തിരിച്ചു പിടിച്ചിരിക്കും. ഇവിടെ ഉള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സീനിയർ ട്രേഡേഴ്സ് അത് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട്, ഇല്ലേ? ഇവിടുത്തെ സീനിയർ ട്രേഡേഴ്സ് ഇത് ചെയ്ത് കാണിക്കുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ഉണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? മാർക്കറ്റ് കണ്ടീഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് വരുന്ന, ഓപ്ഷൻ മാർക്കറ്റിൽ മാത്രം വർക്ക് ചെയ്ത് ഓപ്ഷൻ മാർക്കറ്റിന് ഉള്ളിൽ ഇറങ്ങുന്നത് ട്രേഡ് ചെയ്ത് സ്ഥിരമായി പ്രോഫിറ്റ് നിലനിൽക്കുന്ന ആൾക്കാരെ ഈ ക്യാമ്പസ് നിങ്ങൾക്ക് പലതവണ കാണിച്ചു തന്നിട്ടില്ലേ? ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവല്ലേ? അപ്പൊ എന്താണ്, അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അത് സിമ്പിൾ അല്ല, നിങ്ങൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം. കോഴ്സിന്റെ കാലാവധി തീർന്ന് പറഞ്ഞു വിടും, ഇത്ര മാസമേ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കുന്നത് വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതേപോലെ ക്ലാസ് കേട്ട് ഓരോ ദിവസത്തെ ശരിയും തെറ്റും തിരുത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ തരുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ ക്ലാസ് നാളെ ഉണ്ടോ മറ്റന്നാളുണ്ടോ തീരുമോ? നിങ്ങൾ 3 വർഷം ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് പഠിക്കണം. ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ചിട്ട് പിന്നെ വരുന്ന 6 മാസം നിങ്ങൾ പേപ്പർ ട്രേഡിങ്ങും മെയിൻ കോഴ്സിന്റെ പഠിത്തവും ഡെയിലി വരുന്ന ക്ലാസ്സുമായിട്ട് ഇരിക്കുക. അതിനുശേഷം റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യുന്നത് 6 മാസം ചെയ്യും. 1.5 വർഷം കഴിഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, മാർക്കറ്റ് പൈസ മാത്രം പോരാ, നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് മാത്രമേ മാർക്കറ്റ് വരാവൂ. ഓപ്ഷൻ മാർക്കറ്റിന് ഉള്ളിൽ ഇറങ്ങി നിന്നുള്ള ട്രേഡിംഗ് അല്ല നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അല്ല നിങ്ങളോട് നിഫ്റ്റി അനാലിസിസ് ചെയ്യാനോ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാനോ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ പറയാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ജൂനിയർ ട്രേഡേഴ്സിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ വായിക്കാത്തി പച്ചവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കരുത് ക്ലാസ്സിൽ. ഞാൻ പ്രതിമയല്ല പഠിപ്പിക്കുന്നത്, ജീവനുള്ള മനുഷ്യന്മാരെയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ജൂനിയർ ട്രേഡേഴ്സിനെ നിങ്ങളാണ്, സീനിയർ ട്രേഡേഴ്സാണ് സപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ, ഇവിടെ പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ശുഭാപ്തി വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് എന്നെ ഒറ്റപ്പെടുത്തരുത്. ഇവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് അവർ കാണുന്ന കാഴ്ച. അത് അവർ കാണണം അവരുടെ സ്ക്രീനിൽ കൂടെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം മാത്രമേ ഇത് ശരി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അവരുടെ മനസ്സിൽ തോന്നത്തുള്ളൂ. തുടക്കക്കാർക്ക് വേണ്ടി പറയുന്ന ക്ലാസ്സാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നല്ല ഒരു ട്രേഡർ ആവണം എന്ന് വേണം തീരുമാനിക്കാൻ. അല്ലാതെ ചക്രം പ്രോഫിറ്റ് ഉണ്ടാക്കി ഇന്ന് പോവാന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ട്രേഡർ ആവാൻ വേണ്ടി വേണം ഞാൻ ഇത് പഠിക്കാൻ. അല്ലാതെ പ്രോഫിറ്റ് എടുക്കണം, പൈസ ഉണ്ടാകണം, പൈസ വെച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് നിങ്ങളുടെ ചിന്ത പാടെ മാറ്റി വെക്കുക. ഒരു നിശ്ചിത കാലയളവ് വെച്ചിട്ട് ആ കാലയളവിനുള്ളിൽ ഞാൻ എണ്ണം പറഞ്ഞ ഒരു ഓപ്ഷൻ ബയറായി മാറിയിരിക്കും എന്ന് സെൽഫ് കോൺഫിഡൻസിൽ നിന്നാൽ നിങ്ങൾ വിജയിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വാക്കാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക. ഞാൻ തരുന്നതിനകത്തിൽ നിങ്ങളുടെ അനാലിസിസ് കൊണ്ടത് കയറ്റാതിരിക്കുക. സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ക്ലാസ് കാണുക. കൃത്യമായിട്ട് എല്ലാ ദിവസവും എന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഇന്നും വൈകുന്നേരം 5 മണി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മുഴുവൻ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ, പെൻഡിങ് റിപ്ലൈ കംപ്ലീറ്റ് കൊടുത്തിട്ടായി ക്ലാസ്സിലോട്ട് വരുന്നത്, അല്ലേ?
ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ 2 ദിവസം ഓണത്തിന്റെ അവധിയായിരുന്നു, ഞാനും ബിസിയായിരുന്നു. പക്ഷെ ക്ലാസ് കയറുന്നതിന് മുമ്പ് മുഴുവൻ ആൾക്കാർക്കും റിപ്ലൈ കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റുകളിൽ നിങ്ങൾ അയച്ച മെസ്സേജുകൾക്ക് മാത്രമേ മറുപടി തരാത്തുള്ളൂ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വിജയിച്ച് കാണണമെന്ന് കരുതി എത്ര നാൾ വേണേലും പഠിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു അക്കാഡമിയുടെ പ്രിവിലേജ് യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് വിജയിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ ട്രേഡ് എടുക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി മാറ്റിവെച്ച് എബോവ് 90% ആക്യുറസിയിൽ വർക്ക് ചെയ്യുന്ന ഓപ്ഷൻ മാർക്കറ്റിനുള്ളിൽ ഇറങ്ങി ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഈ ട്രേഡിംഗ് പ്രൊസീജിയറിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാസ്റ്റർ ആവണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി മാത്രം ഇത് പഠിച്ചു തുടങ്ങുക. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരോട് തരുന്ന ഹംബിൾ അഡ്വൈസും റിക്വസ്റ്റുമാണിത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം. ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ സിമ്പിളായി മാർക്കറ്റിൽ ബയർ എവിടാണ്, സെല്ലർ എവിടാണ്, ബൈയിങ് പവർ ഏത് ചാനലാണ്, സെല്ലിംഗ് പവർ ഏത് ചാനലാണ്, ഇതാണ് രാവിലെ മാർക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ശരിയല്ലേ? ശരിയല്ലേ ഞാൻ പറയാം?